അപ്പോൾ നമ്മൾ വാരണാസിയിൽ പോയപ്പം അവിടെ ഗംഗാ ആരതി കണ്ടില്ലേ? അതേപോലെ നമ്മൾ ഇവിടെ അയോധ്യയിൽ സരയൂ ആരതി കാണാൻ പോവാണ് കേട്ടോ. ഇവിടെ അയോധ്യയിൽ സരയൂ ഘാട്ടിലാണ് എല്ലാ ദിവസവും ഈ ഒരു ഈവനിങ് ആരതി നടക്കുന്നത്. അപ്പോൾ എന്നെ ഇത് കൊണ്ട് കാണിക്കാൻ നമ്മുടെ കൂടെ ഒരു ഗൈഡുണ്ട്, ഇവിടുത്തെ ഒരു ലോക്കൽ വാല ഗൈഡുണ്ട്. ഇദ്ദേഹമാണ് നിഖിൽ പാണ്ഡെ. ഹായ്, ജയ് ശ്രീറാം. ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പം ഇങ്ങനെയാണ് കേട്ടോ, ജയ് ശ്രീറാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇവിടെ തനിയെ നടന്നിട്ടും ഒന്നും എങ്ങും എത്തുന്നില്ല. അതുകൊണ്ട് ഞാൻ അവസാനം ഒരു ഗൈഡിനെ തപ്പിയെടുത്തതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ഗൈഡിനെ കിട്ടുക. ഇതാണ് നമ്മുടെ ശ്രീരാമദേവൻ ജനിച്ച് വീണ സരയുവിൻ്റെ നദിക്കരയിൽ ശ്രീരാമൻ ജനിച്ചു എന്നല്ലേ പറയുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു ഒരിക്കൽ, പക്ഷെ ഇപ്പോൾ ഇവിടെ വറ്റി വരണ്ട് കിടക്കുവാണ്. ഇവിടെ എല്ലാം പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്യൂസ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഘാട്ടുകൾ നമ്മുടെ വാരണാസിയിലെ ഘാട്ടുകളുമായിട്ടൊന്നും ഇപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെയൊക്കെ അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, എല്ലാം പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വലിയ വലിയ വിഷ്വൽസ് ഒന്നും ഇവിടെ ഇപ്പോൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ബോട്ടുകളൊക്കെ സരയൂ റിവറിൽ കൂടി പോകുന്നുണ്ട്. അപ്പോൾ ഈ റിവറിൽ കൂടി ഒരു ബോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഗാഡ്സും കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വന്നില്ലേ. ഈ ബോട്ടിലേക്ക് കയറാനുള്ള വഴിയുണ്ടോ? നമ്മൾ ശരിക്കും നമ്മുടെ വാട്ടർ മെട്രോയുടെ ഒക്കെ സ്റ്റേഷനിൽ പണിഞ്ഞിട്ടേക്കുന്ന പോലെ അങ്ങനത്തെ ഇതാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ, ബോട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തുകൊണ്ടാണ് ഇതുവരെ വാട്ടർ മെട്രോ ഓപ്പൺ ആവാത്തത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് വാട്ടർ മെട്രോ കൊണ്ടുവന്നപ്പോൾ ഞാൻ വെച്ചു ഇവിടെ പ്രാൺ പ്രതിഷ്ഠയോടനുബന്ധിച്ച് അതൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയാണ് ആരതി നടക്കുന്നത്. ആൾക്കാരൊക്കെ ആരതി കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാ ദിവസവും ഈവനിങ് 6 മണി തൊട്ട് അരമണിക്കൂറാണ് ആരതി. ഇങ്ങനെ സ്റ്റെപ്പുകൾ പണിയിട്ടുണ്ടോ? അതായത് ഘാട്ടിലാണ് ഇവർ ഇരിക്കുന്നത് ശരിക്കും. ഇത്രയും ആൾക്കാര്, കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഈ സമയത്ത് വാരണാസിയിൽ ആരതിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ. അയോധ്യയിൽ ദർശനത്തിന് ഇത്രയും തിരക്കുണ്ടായിരുന്നു, ഇവിടെ ആരതിക്ക് അധികം ആൾക്കാരില്ല. അത് ഭയങ്കര നോട്ടീസബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇവിടെ ആരതി ഉള്ളതൊന്നും അറിയില്ല എന്ന് തോന്നുന്നു. സരയൂ റിവറിൽ ആളുകൾ ഇറങ്ങി കുളിക്കുന്നതൊക്കെ കണ്ടോ? ഇവിടെ നമ്മൾ ഗംഗാദേവിക്ക് ദീപം കത്തിച്ച് വെക്കത്തില്ല, അതേപോലെ സരയൂ ദേവിക്കും സരയൂ നദിയിലും ദീപമൊക്കെ ഓരോരുത്തർ കത്തിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആൾക്കാർ സ്നാനം ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാം ഓരോ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ ദീപം തെളിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ആൾക്കാർ ദീപം തെളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ കുറേ വർക്കുകളൊക്കെ ചെയ്ത് നീറ്റാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അത്യാവശ്യം കുളമായിട്ട് കിടക്കുവാണ് ഇവിടെ. ഇതാണ്, നമുക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിച്ച് ഈ ദീപം വാങ്ങിച്ച് സരയൂ നദിയിൽ തെളിച്ച് വിടാം. അപ്പോൾ ഞാൻ ഈ ആരതി നടക്കുന്നതിൻ്റെ താഴെ ഇറങ്ങി വന്നതാണ്. അതായത് ആ ഘാട്ട് വഴി ഇങ്ങനെ താഴെ വന്നപ്പോഴാണ് സരയൂ നദി നമുക്ക് ഏറ്റവും അടുത്ത് കാണാൻ പറ്റിയത്. അപ്പോൾ ഇവിടെ ആരതിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് 6 മണിക്കാണ് ആരതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സരയൂ റിവറിൽ അയോധ്യയുടെ ആരതി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 6 മണിക്കല്ല, 6:30ക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. കാണുന്ന പോലെ ഇവിടെ ആരും ബോട്ടിൽ വന്നിരുന്ന ആരതി കാണുന്നില്ല കേട്ടോ. ഈവൻ ആരെങ്കിലും ബോട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഘാട്ടുകളിൽ വന്നിരുന്നാണ് ആരതി കാണുന്നത്. അതൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ആരും ബോട്ടിലിരുന്ന് ആരതി കാണുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ആൾക്കാർ പൂജ റിക്വസ്റ്റ് ചെയ്തിട്ട്
കൊടുത്തിട്ടുണ്ടാവും അവർക്ക്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്ര ഷുവർ അല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇത് ഇവിടുത്തെ ആളുകളൊന്നും അല്ലല്ലോ, ഇവിടെ വിസിറ്റേഴ്സായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. കുറേ ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവിടുന്ന് കുറേ വിളക്കോട്ട്, ആരതി ചെയ്യുന്ന വിളക്കോട്ടൊക്കെ വന്നിട്ടില്ലേ. എന്തായാലും എവിടെയാണെങ്കിലും ആരതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. പക്ഷെ ഇവിടെ കമ്പാരിറ്റീവ്ലി വാരണാസിയായിട്ട് നമുക്ക് ഇപ്പം കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ആൾക്കാരും കുറവാണ്, ആരതി ചെയ്യുന്ന ഘാട്ടുകളുടെ എണ്ണം കുറവാണ്, ഒരു ആംബിയൻസിലും കുറച്ചൊരു കുറവ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സരയൂ ഘാട്ടിൽ ഇങ്ങനെ അയോധ്യയിൽ ആരതി ഉള്ളത് ആൾക്കാർക്കൊന്നും അധികം അറിയത്തില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങളിവിടെ രാമമന്ദിറിലൊക്കെ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ സരയൂ ഘാട്ടിൽ ആരതി കാണാൻ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. ഇതുണ്ട്, പുക പോകുന്നുണ്ടോ. പറഞ്ഞില്ലേ, ഇവര് സ്പെഷ്യൽ ഗസ്റ്റ് ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവർ ആരതി ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പൂജ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവർ നിന്നിട്ട് സരയൂ റിവറിനെ പൂജിക്കുന്നത് കണ്ടില്ലേ. ആരതി നടക്കുന്ന അത്രയും സമയം, അത് തുടങ്ങിയിടം തൊട്ട് അവസാനിക്കുന്നിടം വരെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. നിങ്ങൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അത് മാത്രമല്ല, അത് അവിടെ ഒരു വലിയ മണി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ടൈം. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ആരതി വിളക്ക് കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ പൂജിക്കുന്നത്. ഇതിപ്പോൾ എനിക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്, നമ്മൾ വാരണാസിയിൽ ഇങ്ങനെ ആളുകൾ നിന്ന്, അതായത് ഇവിടുത്തെ ഒരു ഒഫീഷ്യൽ ആരതിക്ക് വിസിറ്റേഴ്സ് വന്നിരുന്ന് ചെയ്യുന്നത് നമ്മളവിടെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ. ആരതി കഴിഞ്ഞിട്ട് സരയൂ റിവറിലേക്ക്, അങ്ങനെയല്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് ഇവർ ഇതെടുത്ത് സരയൂ റിവറിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ അല്ല, സ്പെഷ്യൽ ഗസ്റ്റിന് പൂജിക്കാൻ കൊടുക്കുവാണ്, സരയൂ റിവറിനെ പൂജിക്കാൻ കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് ആരതിയുടെ ലാസ്റ്റ് പോർഷനാണ് ഇങ്ങനെ തോന്നുന്നു. എല്ലാവർക്കും തൊഴാനായിട്ട് കൊടുക്കും. ഇതുണ്ടോ, തീർത്ഥം കളിക്കുന്നുണ്ടോ. അപ്പൊ നമുക്കിനി മുകളിലോട്ട് കയറി പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അപ്പം ആരതി കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ വിളക്ക് തൊഴാനായിട്ട് നിൽക്കുവാണ്. കണ്ട, ഇത്രയും തിരക്ക് ഇവിടെ ആരതിക്കുള്ളൂ കേട്ടോ. അധികം ആൾക്കാരൊന്നും ഇല്ല, ഇത്രയും തിരക്ക് മാത്രമേ ഉള്ളൂ.
ഓഫീസ് പോലുള്ളൊരു ബിൽഡിങ്, അത് സരയൂ അതായത് ഈ സരയൂ ഘാട്ടിൽ നിന്നാണ് നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ളൊരു ഓഫീസും അതിനുള്ള ആ ഒരു ബോട്ടിലേക്ക് കയറാനുള്ള ഒരു സംഭവമൊക്കെയാണ് ആ പണിഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ.